ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഈ കല്യാണം കഴിഞ്ഞ തുടക്കത്തിലൊക്കെ നമ്മളെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സില്ലേ, ചങ്ക് ബ്രോസ്, ഓല കൂടെ നമ്മൾ ടൂർ പോകുമ്പോഴോ ക്യാമ്പിങ്ങിന് പോകുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചൊറിയും. ഓള് പുതുപെണ്ണാണല്ലോ, നിങ്ങൾ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ, ഞങ്ങൾക്ക് ഫ്രണ്ട്സിനാണ് കെട്ടിയാൽ പോരുന്നത്, ഇന്നെന്തിനാ കെട്ടി, ഇന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാവും. ഒന്നെങ്കിൽ നമ്മൾ പോകില്ല, അതല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ തുരുതരെ നിൽക്കാതെ വിളിച്ചോണ്ടിരിക്കും. എവിടെ എത്തി, എപ്പോഴാണ് വരിക, എന്ത് നേരം വയ്ക്കിയേ, നിങ്ങൾ ഞാൻ അവിടെ നിന്ന് നിന്നോളിട്ടോ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് മതിയല്ലോ, ഞാൻ വേണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ദൂരം കെട്ട് ഇങ്ങോട്ട് പോരും വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു വൃത്തികെട്ട പ്രശ്നമായിരിക്കും. കാരണം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആ ഒരു ട്രിപ്പ് മുടക്കിക്കൊണ്ട് പിന്നെ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ച് വരുമ്പോൾ തന്നെ മനസ്സിലായി ഇയാളുടെ ബെസ്റ്റ് വെർഷൻ പുറത്ത് വരിക ഇയാൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴാണ്. പിന്നെ അവളത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അവൾ പോകുമ്പോൾ ചിലപ്പോൾ ബിരിയാണി വെച്ച് തരും, നെയ്ച്ചോറ് ഉണ്ടാക്കി തരും, ബീഫ് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച് തരും, പരിപ്പുവട ഉള്ളിവടൊക്കെ ചായ ഒക്കെ ഉണ്ടാക്കി തരും, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അവനെ നമ്മൾ പോയി നമ്മളുടെ ജീവിതത്തിൽ ബെസ്റ്റ് ഓഫ് ദ നമ്മളാവുന്നത് എന്താണ് പറയുക, മനസ്സ് പറഞ്ഞ് സംസാരിക്കുന്നത്, പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആ ഫുൾ വൈബിലാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും. വീട്ടിലെത്തിയാൽ പിന്നെ പൊളി എന്താണ് പറയുക, ഒരു അച്ഛൻ അല്ലെങ്കിൽ പൊളി ഹസ്ബൻഡ്, ഫുൾ റൊമാൻറ്റിക്, ഫുൾ വൈബിലായിരിക്കും. അപ്പോൾ ഇവളിത് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നീടൊക്കെ സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ ഓളെന്നെ പറയും, നിങ്ങൾ കുറേ കാലമായല്ലോ അഷ്കറിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയി ചില്ലായി വരും എന്ന് ഇവൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, അല്ലടോ പണ്ട് നീ എതിർക്കലായിരുന്നല്ലോ, ഇപ്പം എന്താണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ച്. അത് പണ്ട് നിങ്ങൾ നമുക്ക് സമയം തരാത്തതുകൊണ്ടും നമ്മളെ കൂടെ ചിരിക്കൂല, സംസാരിക്കൂല, സമയം തരില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ വപ്പി നടക്കുക, അപ്പോൾ നമുക്കൊരു അസൂയ തോന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്.